ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങൾ അത് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. എണ്ണക്കുപ്പികളൊക്കെ എടുക്കുന്ന സമയത്ത് കൈ നന്നായിട്ട് വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, പുറത്തൊക്കെ എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് വഴുതി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് ഉപ്പ് കയ്യിലൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല, നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ടേസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും. അതിന് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ കിച്ചണിൽ കുറച്ച് അധികം ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ പെട്ടെന്ന് വരുമല്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് വെയിലിൽ വെച്ചതിന് ശേഷം എടുത്ത് വെക്കാം. വെയിലൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കേടൊന്നും ആവില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതുപോലുള്ള പൊടികളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്തും കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ടേസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ലാസ്റ്റ് വരെയും കട്ട കെട്ടാതെയും പൂപ്പൽ വരാതെയും ഇരുന്നോളും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിലൊക്കെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് നമ്മളൊന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് പൊയ്ക്കോളും. ആ ഹോളിലൂടെ വരുന്ന പാറ്റ, പല്ലി എന്നിവയെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ കിച്ചൺ സിങ്കിലൊക്കെ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് പോവും. അതുപോലെ തന്നെ പ്രാണികളൊന്നും വരികയില്ല. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കുറച്ച് അധികം മാവൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലും അതുപോലെ തന്നെ ആ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അല്ലെങ്കിൽ ഒരു കിഴിയിൽ ഉപ്പിട്ട് ആ കിഴി ആ മാവിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള കപ്പുകളാവട്ടെ ഗ്ലാസ്സുകളാവട്ടെ കുറച്ചധികം ദിവസം യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിക്കും. കറകളൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പ് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. രണ്ടിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാത്റൂമിലെ കപ്പുകളൊക്കെ കറകളാവുന്ന സമയത്തും ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു ഉപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. കറകളൊക്കെ പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് വെട്ടിത്തിളക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുതിയതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കിയത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ്സ് ആവട്ടെ ഇതുപോലുള്ള കപ്പുകളൊക്കെ ആവട്ടെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഉപ്പുകറൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ്. ആ ഉപ്പ് വെച്ചിട്ട് എല്ലായിടത്തും ഞാൻ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ കണ്ടില്ല, അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനിതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. നേരത്തെ എത്ര കറയുണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു കപ്പും കൂടെ ഒന്ന് കഴുകി നോക്കാം. ഇത് ഞാൻ കിച്ചണിൽ വെള്ളമൊക്കെ എടുക്കുന്ന ഒരു കപ്പാണ് കേട്ടോ. കുറേ ദിവസം എടുക്കാതെ വെച്ചുകൊണ്ട് കറയായതാണ്. അപ്പോൾ അതും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. ഈ ഒരു പിടിഭാഗത്തുള്ള അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരിച്ചു കൊടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ചെമ്പരത്തി ചായ. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഇത് ദിവസവും കുടിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കരളിൻ്റെ സംരക്ഷണത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും അകാല വാർദ്ധക്യം തടയാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ദിവസവും നമ്മളിത് കുടിക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലുള്ള 5 ഇതള ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഓർഗാനിക് ആയിട്ടുള്ള ഹൈബിസ്കസ് പൗഡർ. അത് മേടിച്ചും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഹൈബിസ്കസിൻ്റെ ഫ്ലവർ ഉണ്ടാവും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഫ്രഷ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പൂമ്പൊടി ഭാഗം ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ആ ഇതളുകളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ.
നിങ്ങൾക്ക് തിളപ്പിക്കാൻ ടൈം ഇല്ലെങ്കിൽ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് സമയം അടച്ചു വെച്ചാലും മതിയാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലൈം ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ രാവിലെ ചായക്ക് പകരമായിട്ട് കുടിച്ചു വരികയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടീ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി, പെരിച്ചായി എന്നിവയെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഏത് മാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഈ ശർക്കരയുടെ സ്മെല്ലൊക്കെ എലികളെ ഒരുപാട് ആകർഷിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പപ്പടാണ്. പപ്പടവും നമ്മളുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ പപ്പടത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കിഴങ്ങോ അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പപ്പടം എടുത്തു എന്ന് മാത്രം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യിന് പകരമായിട്ട് കുറച്ച് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള പാൽ കവറാണ് കേട്ടോ. ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമ്മളുടെ എലികളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും തുരത്താനുള്ള നല്ല കിടിലനൊരു ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് യാതൊരു കെമിക്കലും ഇല്ല. ഇത് വെറുതെ കളയുന്ന ഒരു പാൽ കവർ മാത്രം മതിയാവും. ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാൽ കവർ എവിടെയെങ്കിലും കൊണ്ടിടുകയാണെങ്കിൽ എലികൾ കഴിക്കില്ല. ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നിങ്ങൾക്ക് എലിശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. പാൽ കവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നടുവിലേക്കായിട്ട് ചെറിയൊരു ഹോൾ പോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാൽ കവറില്ലേ, അത് അതിൻ്റെ ഉള്ളിലേക്കായി വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ആവുന്നത് പോലെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഏകദേശം 3 ബോൾസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാൽ കവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ ചേർത്ത് മാവിൻ്റെയും ശർക്കരയുടെയും പപ്പടത്തിൻ്റെയും അതുപോലെ തന്നെ നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് എലികളെ ഒരുപാട് ആകർഷിക്കും. അങ്ങനെ എലികൾ അത് എടുത്ത് കഴിക്കുകയും ഈ കവറിൻ്റെ ഇതൊക്കെ വയറിലേക്ക് പോകുന്നത് മൂലം ഡൈജസ്റ്റീവ് പ്രശ്നം ഉണ്ടായി വയറ് വീർത്ത് എലികൾ ചത്തുപോകാൻ ഇടയാവുന്നതാണ്. നമുക്ക് എത്രയാണോ എലിശല്യം ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ രാത്രി നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 100% തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് എലി പെരിച്ചാഴി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.